ഹായ് ഹലോ നമസ്കാരം. സുനോജ് കുര്യനാണ്. അലയൻ ഷെവർലയുടെ ഷോറൂമിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഷെവർലെ ഗ്രൂവിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനാണ് 2025 ക്യാപ്റ്റീവയും ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ക്യാപ്റ്റീവയും ഒക്കെ ഒന്ന് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാന്ന്. ഈ വീഡിയോയിൽ നമുക്ക് ഷെവർലെ ക്യാപ്റ്റീവ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെവർലെ ക്യാപ്റ്റീവയുടെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ 2006 GM കൊറിയയാണ് ഷെവർലെ ക്യാപ്റ്റീവയെ ആദ്യമായി നിരത്തിലിറക്കിയത്. 2006 മുതൽ 2018 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ഷെവർലെ ക്യാപ്റ്റീവയുടെ ലൈഫ് സൈക്കിൾ. 2018 GM കൊറിയ ഈ ഒരു ക്യാപ്റ്റീവയുടെ നിർമ്മാണം അവസാനിപ്പിച്ചു. പിന്നീട് 2019 മുതൽ സെയ്ക് GM വൂലിംഗ് ജോയിന്റ് വെഞ്ചർ എന്ന കമ്പനി അവരുടെ മോഡലായ ബോജോം 530 എന്ന വാഹനത്തിന് ഷെവർലെ ക്യാപ്റ്റീവയുടെ റീബാഡ്ജ് നെയിം കൊടുത്തിട്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഷെവർലെ ക്യാപ്റ്റീവ സെയ്ക് GM വൂലിംഗ് ജോയിന്റ് വെഞ്ചർ എന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ശരിക്കും ഈ ഒരു സെയ്ക് GM വൂലിംഗ് കമ്പനി എന്താണെന്നുള്ളത് ഞാൻ നമ്മുടെ മുന്നത്തെ ഷെവർലെ ഗ്രൂവിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ ഷെവർലെ ഗ്രൂവിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സെയ്ക് GM വൂലിംഗ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഷെവർലെ ക്യാപ്റ്റീവയ്ക്ക് LS പ്രീമിയർ എന്നീ 2 വേരിയൻറ്റുകളാണുള്ളത്. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന വണ്ടി ബേസ് വേരിയൻ്റായ LS ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പ്രീമിയർ ഈ ഷോറൂമിൽ കിടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് കാണിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഈ ഷെവർലെ LS ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഫ്രണ്ട് വശത്തു നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ആ ഗ്രില്ലിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെ ഷെവർലയുടെ ആ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഷെവർലെ ലോഗോയുടെ താഴെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആദ്യം തന്നെ നമുക്ക് DRL കാണാം, LED DRL കാണാം. ഇത് തന്നെയാണ് ഇൻഡിക്കേറ്ററായിട്ട് മാറുന്നു. DRLൻ്റെ നേരെ താഴെയായിട്ട് ഹാലജൻ ഹെഡ് ലാമ്പുകൾ കാണുന്നുണ്ട്. ഈ ഹാലജൻ ഹെഡ് ലാമ്പിൻ്റെ നേരെ താഴെയായിട്ട് ഫോഗ് ലാമ്പുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഫ്രണ്ടിൽ ബമ്പറിൻ്റെ ഏറ്റവും താഴെവശമായിട്ട് നമുക്കൊരു സ്കേർട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കാർബൺ ഫൈബർ ഫിനിഷിങ്ങിലാണ് ഈ ഒരു സ്കേർട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റീവയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും 2 റൂഫ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ആ ഒരു റൂഫ് റെയിലിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ആൻഡ് നെയിം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നല്ലൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഈ സ്പോയിലറിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെ റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് നേരെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും റിയർ വൈപ്പറുകൾ കാണാം. റിയർ വൈപ്പറുകളുടെ താഴെ മധ്യഭാഗത്തായിട്ട് ഷെവർലയുടെ ലോഗോ അതിമനോഹരമായി കൊടുത്തിരിക്കുന്നത് കാണാം. ആ ലോഗോയുടെ താഴെ വശത്തായിട്ട് നമുക്ക് റിയർ ക്യാമറയും കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും റിയർ ബമ്പറുകളിൽ ഒരു റെഡ് ലൈൻ നമുക്ക് കാണാം. ഇത് നമ്മുടെ രാത്രിയിലൊക്കെ വാഹനം ഓടിക്കുമ്പോഴത്തേനും പുറകിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഈ ഒരു വാഹനം എടുത്തു കാണുന്നതിന് ഈ ഒരു റെഡ് ലൈൻ കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട്. പിന്നീട് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബമ്പറിൻ്റെ താഴ്വശത്ത് നമുക്കൊരു സ്കേർട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്കേർട്ട് ഫ്രണ്ടിലെ പോലെ തന്നെ കാർബൺ ഫൈബർ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുറകുവശത്ത് മനോഹരമായി ടെയിൽ ലാമ്പുകൾ കാണാൻ സാധിക്കും. ടെയിൽ ലാമ്പുകളുടെ നേരെ താഴോട്ട് വന്ന് ബമ്പറിൽ ആ ഒരു റെഡ് ലൈനോട് ചേർന്ന് തന്നെ കാണുന്നതാണ് പുറകുവശത്തെ ഫോഗ് ലാമ്പുകൾ. ഈ ഒരു ഷെവർലെ ക്യാപ്റ്റീവയ്ക്ക് മുന്നിലും പിന്നിലും ഫോഗ് ലാമ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഈ സൈഡിലും ഫോഗ് ലാമ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം ഫിനിഷൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പുറകിൽ നിന്ന് കാണുമ്പോഴും ഒരു മനോഹരമായ ഒരു ലുക്കാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. ടയറുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു വാഹനത്തിന് 18 ഇഞ്ചിൻ്റെ അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീൽ ആർച്ചുകൾക്ക് ക്ലാഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ലോഡിങ് വന്നു കഴിയുമ്പോഴത്തേനും റണ്ണിങ് ബോർഡിലും ഒക്കെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എക്സ്റ്റേണൽ റിയർ വ്യൂ മിററിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് LED ഇൻഡിക്കേറ്ററൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററുകളാണ്. എന്നാൽ ഇത് ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ മാനുവലി തന്നെ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ക്യാപ്റ്റീവയുടെ എക്സ്റ്റീരിയർ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപ്റ്റീവയുടെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പം നമ്മുടെ ക്യാപ്റ്റീവയുടെ മിഡിൽ സീറ്റിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഒരു ഹെഡ് സ്പേസ് ഒക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. നമ്മൾ മുന്നേ കണ്ട ഗ്രൂവിനേക്കാളും കൂടിയ ഒരു ഹെഡ് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ആൾക്കാർക്കൊക്കെ വളരെ നന്നായിട്ട് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ക്യാപ്റ്റീവ ഒരു 7 സീറ്റാണ്. 7 സീറ്റിൻ്റെ പുറകുവശത്തെ സീറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം.
ശരിക്കും ഇതൊരു 7 സീറ്റ് ആണെങ്കിൽ തന്നെ പുറകിൽ ചെറിയ 2 സീറ്റുകളാണുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലെ എർട്ടിഗ ഒക്കെ പോലെയുള്ള സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ചെറിയ പുറകിൽ 2 കുട്ടികൾക്കൊക്കെ മാത്രം ഇരിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള സീറ്റുകളാണ്. ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ആയിട്ട് ഡോർ ലോക്കിൻ്റെ ബട്ടണും അതുപോലെ തന്നെ പവർ വിൻഡോയുടെ ബട്ടണുകളും കൂടാതെ വിൻഡോ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള ബട്ടണും ഒക്കെ കാണുവാൻ സാധിക്കും. പിന്നീട് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടണുകളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന AC മാക്സ് എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AC അതിൻ്റെ മാക്സിമം പവറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വണ്ടി പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. അതിൻ്റെ നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ലിവറും അതുപോലെ തന്നെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ലിവറും കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സ്റ്റിയറിങ്ങിൻ്റെ മധ്യഭാഗത്തായിട്ട് ഷെവർലയുടെ ഒരു മനോഹരമായ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ലോഗോയാണ് സ്റ്റിയറിങ്ങിൻ്റെ മധ്യഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ എല്ലാവിധ കൺട്രോളുകളുമുണ്ട്. ക്രൂസ് കൺട്രോൾ, വോളിയം കൺട്രോളുകൾ, ടെലിഫോണിൻ്റെ കൺട്രോളുകൾ എല്ലാം തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൽ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ ഷെവർലെ ക്യാപ്റ്റിവയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് 10.4 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ടച്ച് സ്ക്രീനിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് AC-യുടെ വെൻറ്റുകൾ കാണാം. ആപ്പിൾ പ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ ഉള്ള ഒരു ടച്ച് സ്ക്രീനാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ AC വെൻറ്റുകളുടെ താഴെ ഇരുവശത്തുമായിട്ട് നമുക്ക് ഒരു സൈഡിൽ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും മറ്റു സൈഡിൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ 2 USB പോർട്ടുകളും അതുപോലെ തന്നെ ഒരു സിഗരറ്റ് ലൈറ്ററിൻ്റെ പോർട്ടും കാണുവാൻ സാധിക്കും. ഈ 2 USB പോർട്ടുകളിൽ ഒരെണ്ണം ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതും മറ്റത് നോർമൽ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ളതുമാണ്. അവിടെ നിന്ന് നേരെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് നോബ് കാണാം. ഈ ഗിയർ ഷിഫ്റ്റിംഗ് നോബിന് ഒരു ലെതർ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ഇവിടെ ഒരു പ്ലസ് മൈനസ് നമുക്ക് കാണാൻ സാധിക്കും. ഡിയുടെ തൊട്ട് താഴെ സ്പോർട്സ് മോഡും ഉണ്ട്. ഇച്ചിരി പവറൊക്കെ കൂട്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ്സിലിട്ട് നല്ല പൊളിച്ച് ഓടിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വണ്ടി. അങ്ങനെ അവിടെ നിന്ന് പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ ആ ഒരു ലിവർ കാണാൻ സാധിക്കും. അവിടെ നിന്ന് പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം. ഈ ഒരു ലെതർ ഫിനിഷിംഗ് ഹാൻഡ് റെസ്റ്റിൽ നല്ലൊരു വെള്ള സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു ഹാൻഡ് റെസ്റ്റിങ്ങിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് AC-യുടെ പുറകോട്ടുള്ള AC-യുടെ വെൻറ്റുകളുമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഹാൻഡ് റെസ്റ്റാണിത്. നമുക്ക് ഇനി ക്യാപ്റ്റിവയുടെ എൻജിൻ റൂമൊന്ന് കണ്ടു നോക്കാം. എൻജിൻ റൂമിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ലൊരു എൻജിൻ റൂമാണ് ഈ ഒരു വാഹനത്തിനുള്ളത് കേട്ടോ. നല്ല ഇടയുണ്ട്. എൻജിൻ ഇച്ചിരി താന്നാണ് ഇരിക്കുന്നത്. എൻജിൻ റൂമിൻ്റെ മേളിലോട്ട് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഷെവർലെ ക്യാപ്റ്റിവയ്ക്ക് 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എൻജിനാണുള്ളത്. അതുപോലെ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 4 വീൽ ഡ്രൈവ് CVT ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന് 143 HP പവറും 255 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഉള്ളത്. കമ്പനി പറയുന്ന മൈലേജ് 13.2 km/ലിറ്റർ ആണ്. ഈ ഒരു ഷെവർലെ ക്യാപ്റ്റിവയുടെ സേഫ്റ്റി ഫീച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു വാഹനത്തിന് 2 എയർ ബാഗുകളാണുള്ളത്. അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ക്യാമറകളൊക്കെ ഉണ്ട്. കൂടാതെ ഈ പാർക്കിംഗ് സെൻസറുകളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ 2025 മോഡൽ ഷെവർലെ ക്യാപ്റ്റിവയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 72,900 ദിർഹംസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഷെവർലയുടെ ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ അലയൻ ഷോറൂമിലെ മാനേജറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേണ്ട സപ്പോർട്ടൊക്കെ അദ്ദേഹം ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഷെവർലെ ക്യാപ്റ്റിവയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. കൂടാതെ ഈ ഒരു ഷെവർലെ ക്യാപ്റ്റിവ വാഹനം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് അതൊരു വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.